എവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന? നിസ്കാരത്തിൽ ആര് ശ്രദ്ധിക്കുന്നതൊക്കെ? അങ്ങോട്ടിരിക്കാത്ത അദ്ദേഹത്തിനും പാരൊക്കെ ശ്രദ്ധിച്ചു. ഇമാം ഓതിയെങ്കിൽ ഓതി, ഇമാമിന്റെ കൂട്ടത്തിൽ ഒരു ഓതരും അവിടെ ആരും വേറെ ആരും ഇല്ല. സാധുമാർ ഓതുന്നു, ബാക്കിയുള്ളവർ ഇത് ശ്രദ്ധിക്കുന്നില്ല. തയ്യാത്തിരിക്കുന്ന അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിൽ താഴെ വേണം പൈസ നോക്കാം. അല്ല, ഇവന്റെ 2000-ന്റെ ഇഷ്ടം പോലെ നോട്ടുണ്ടല്ലോ, ഇതാ നോക്കാൻ. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ദുആ ഇതുവരെ ശ്രദ്ധിച്ചോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കരിച്ചിട്ടുണ്ട്, കുറെ നിസ്കാരം കഴിഞ്ഞു, പക്ഷേ ആ നിസ്കാരത്തിൽ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇശാ നമസ്കരിച്ചവർ വരെ ഉണ്ട് എന്റെ മുന്നിലുണ്ട്. സഹോദര സഹോദരിമാരെ, ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ഷാഫി മദ്ഹബിലെ ശക്തിമത്തായ സുന്നത്താണ് ഈ ദുആ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹനഫികളിലും ഉണ്ട് ഈ ദുആ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്താ ഇത്? നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ, അതോടൊപ്പം തന്നെ ഖബറിനെ തൊട്ട് കാവൽ ചോദിക്കുക, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടുക. അതാണ് ആദ്യം തേടുന്നത്. കാരണം ഖബർ മുതൽക്കാണ് പിന്നെ പോകുന്നത്. അഊദു ബിക മിനൽ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇതിങ്ങനെ 5 നേരം നിസ്കാരത്തിൽ ദുആ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നിസാരമല്ല ഖബർ, നിസാരമല്ല. 5 വഖത്തിൽ നമ്മൾ ദുആ ചെയ്യണം. അവസാനത്തിൽ തഹിയ്യാത്ത് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഇത് ദുആ ചെയ്തിട്ട് നമ്മൾ സലാം വിട്ടു. അപ്പോൾ മനസ്സിലാക്കാൻ, നിസാരമല്ല ഖബർ എന്ന് പറയുന്നത്, നിസാരമല്ല. അല്ലാഹു നമുക്ക് ആ ഖബർ സന്തോഷമാക്കുമാറാവട്ടെ. സന്തോഷത്തിലേക്ക്, ഖബറിലേക്ക് എത്തി വളരെ സന്തോഷത്തോടുകൂടി ഖബർ ജീവിതം അല്ലാഹു നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ട ചില അത്ഭുതങ്ങൾ? ആ അത്ഭുതങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കിടക്കുന്ന ചിലരുടെ ജീവിതം നബിതങ്ങൾ കണ്ടു. ചില അത്ഭുതമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അത് മാത്രം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. 2-3 അനുഭവങ്ങൾ, നബിതങ്ങളുടെ അനുഭവം, അത് മാത്രം. അല്ലാഹു നമുക്ക് കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ ജീവിതം അല്ലാഹു ഇത് കേൾക്കുന്നതിലൂടെ നന്നാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആരോ അവിടെ വെളിയിൽ നിൽക്കുന്ന വാലന്റിയേഴ്സ് ഒക്കെ കയറിയിരിക്കുക. എല്ലാവരും ഇങ്ങ് പോരണം, ഒരാളോടെ നിൽക്കരുത്. എല്ലാവരും വാലന്റിയേഴ്സ് ഒക്കെ ഇങ്ങ് വാങ്ങിച്ചാൽ കുറച്ച് ഇൽമു കേൾക്ക്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ. വാത് നമ്മൾ സംഘടിപ്പിച്ചവരുടെ വാത് നമ്മൾ കേൾക്കാനും കൂടി തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളൊക്കെ ഇങ്ങ് കയറിയിരിക്കും. എല്ലാവരും ബിസ്മില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അനുസരണയുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വിശ്വാസികൾ ഒരാളോടെ നിൽക്കണ്ട. എല്ലാവരും ലാസ്റ്റ് ദിവസമാണ്. ഇന്നത്തെ ദിവസത്തോടുകൂടി നമുക്കൊരു മാറ്റം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീൻ പറയും മുഅ്മിനീങ്ങൾ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ ഒരു കൂട്ടം ആളുകളെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു. എന്താണ് അവർ ചെയ്യുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലൈലത്തുൽ മുസ്രിയ ബിൽ സമാ, ആകാശരോഹണം നടത്തിയ രാവിൽ റഅയ്തു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ്. റഅയ്തു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. യസ്റഊന ഫീ ويحسدون في ذلك ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അവർ ഖബറിൽ വിത്തിറക്കുകയാണ്, ഖബറിൽ കൃഷി ചെയ്യുകയാണ്. ഇസ്രാ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണിച്ചു തന്നു ഒരു കൂട്ടം ആളുകൾ. അവരുടെ പണി എന്താ? ഖബറിനുള്ളിൽ അവർ കൃഷി ഇറക്കുക. ഖബറിനുള്ളിൽ അവരുടെ പരിപാടി അതാണ്, കൃഷി ചെയ്യാൻ. അതൊക്കെ വെറുതെയാണ്. ഇതാര് പഠിപ്പിച്ചു? സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാം, നിഷേധിക്കാൻ പറ്റൂല. നമ്മൾ ദുആരക്കില്ലേ, അല്ലാഹുമ്മ ഫ്സഹ് ലഹു ഖബറ, അല്ലാഹുവേ ഖബർ നീ അദ്ദേഹത്തിന് വിശാലമാക്കണേ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യും, ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ ദുആ ചെയ്യൂലേ? അറബിയിലും മലയാളത്തിലും ഒക്കെ നമ്മൾ ദുആ ഇറക്കും. എന്താ അതിന്റെ അർത്ഥം? എന്തിനാത്? മൂപ്പർക്കവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം. കാരണം ദുനിയാവി നല്ല പന്ത് കളിക്കാരനായിരുന്നു. അപ്പൊ അവന് ഖബറിൽ ചെന്നാലും പന്ത് കളിക്കണം. അപ്പൊ എന്നാ പിന്നെ അതിനുള്ള സൗകര്യം. പന്തൊക്കെ കളിച്ചോട്ടെ, അതിനൊന്നും വിഷയമൊന്നുമില്ല. ശറഅയുടെ പന്ത് കളിക്കാരൊന്നും വിരോധിക്കുന്നൊന്നുമില്ല. അതൊക്കെ കളിച്ചോട്ടെ. പക്ഷെ ഇബാദത്ത് എടുക്കേണ്ട സമയത്ത് എന്ത് വേണം? പള്ളിയിൽ കയറണം, കറക്റ്റ് നിസ്കാരം വേണം. അല്ലാതെ ആ സമയത്തും പന്ത് കളിച്ചോണ്ടെന്ന് പോയി ഫായിദ പോയി. ഏതുപോലെ നബിദിനാഘോഷം ഇസ്ലാമിൽ പെട്ടത്. പക്ഷെ ബാങ്ക് വിളിക്കുമ്പോൾ നമസ്കരിക്കാതെ വെളിയിൽ DJ സിനിമാ പാട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ജിമിക്കി കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ പേര് തുള്ളിക്കൊണ്ട് പോയ ഒരു ഹയവാന് ശരിയാവൂന്ന് പറയോ? പറ്റൂലല്ലോ. അത് ഇസ്ലാമിൽ പെട്ടതല്ല, ശറയിൽ പെട്ടതല്ല എന്നതുപോലെ.
മറ്റത് കായികാഭ്യാസം അതൊക്കെ വേണ്ടതാണ്, അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മനുഷ്യന് ആസ്വദിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ് ഈ ദുനിയാവ്. പക്ഷേ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈലത്തുൻ മുസ്രി ബി ഇല സമാ റഅയ്തു ഖൗമാ യസ്റഊന ഫീ വയഹ്സദൂന ഫീ ദാലികൽ യൗം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ ഒരു കൂട്ടം ആളുകളെ ഞാനിതാ ഖബറിൽ കാണുകയാണ്. ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ അവർ വിത്തിറക്കുകയാണ്, ആ വിത്ത് മുളപ്പിക്കുകയാണ്. അതേ രാത്രിയിൽ തന്നെ ഏത് പ്രഭാതത്തിലാണ് അവർ വിത്തിറക്കിയത്, അതേ പ്രഭാതത്തിന്റെ പ്രദോഷം കടന്നു വരുമ്പോ അവരാ വിത്ത് കൊയ്തെടുക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിത്തിറക്കി കൊയ്തെടുക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ എന്നെ കണ്ടുപോയി സാബാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഖുൽതു ലിജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലാ യാ ജിബ്രീൽ, ആരാണ് കൂട്ടർ ജിബ്രീലെ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു പോയി, ഹുമുൽ മുഹാജിറൂന വൽ അൻസാർ. അല്ലാഹുവിന്റെ റസൂലേ, അവരാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ. അവരാണ് മദീന നിവാസികളാകുന്ന സഹാബത്ത്. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുണ്യമായ മദീനയിലേക്ക് വന്നപ്പോ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് പ്രവാചക പൊങ്കവരെ വരവേറ്റനാകുന്ന മക്കാനിവാസികളും മദീന നിവാസികളുമില്ലയോ? മക്കാനിവാസികളെ വരവേറ്റ മദീനക്കാരാകുന്ന അൻസാരികളുമില്ലയോ? ആ മക്കക്കാരും മദീനക്കാരുമാണവർ. അവർ ഖബറിൽ കൃഷി ചെയ്യുന്നവരാണ്. ഹുമുൽ മുഹാജിറൂന വൽ അൻസാർ, അവരാണ് മുഹാജിറുകൾ, അവരാണ് അൻസാരികൾ. ആ സ്വഹാബത്തിന് കിട്ടിയ പദവിയാണെന്ത്? അവരാണ് എന്ത് ചെയ്യുന്നത്? ഖബറിൽ എന്ത് ചെയ്യവര്? ഖബറിൽ പോയി വെറുതെ കിടക്കുകയല്ല. നമ്മൾ ചിന്തിക്കും ഇപ്പൊ അൻസാരികളാകുന്ന സ്വഹാബത്തും അതുപോലെ മുഹാജിറുകളാകുന്ന സ്വഹാബത്തും ഖബറിൽ പോയി അങ്ങനെ കിടക്കുക, നമ്മൾ വരണം ഖബറിലേക്ക് എത്തണം, അതുവരെ അവരെങ്ങനെ വെറുതെ ഇരിക്കണം? അവർ വെറുതെ ഇരിക്കല്ല, അവരവിടെ പണിയെടുക്കുക. എന്താ പരിപാടി? കൃഷി ചെയ്യാൻ. സയ്യിദുനാ റസൂലുള്ളാഹി ഖബറിനുള്ളിൽ പണിയെടുക്കാൻ. നമ്മളിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, സലഫു സാലിഹീങ്ങളൊക്കെ തന്നെ ഇങ്ങനെയാണ്. നല്ലവരാണോ? ഖബറിനുള്ളിൽ അവർ വെറുതെ ഇരിക്കൂല. അവർ ഖബറിനുള്ളിൽ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. ഇവിടെ സ്വഹാബത്താകുന്ന മുഹാജിറുകളും അൻസാരികളും ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه حزب الله على إن حزب الله هم المفلحون. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് പടച്ചറബിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പുണ്യമാക്കപ്പെട്ട മക്ക നഗരം ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോയതാകുന്ന മുഹാജിറുകളാകുന്ന സ്വഹാബത്തില്ലയോ? ആ സ്വഹാബത്തിനെ വരവേറ്റതാകുന്ന അൻസാരികളില്ലയോ? വല്ലദീന തബഊഹു ബിഹസാൻ,
അവരുടെ പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർ, അവർ ചെയ്തതുപോലെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവർ, അവർ കൊണ്ടുവന്ന തിരുസുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ താല്പര്യം വെക്കുന്നവർ, അല്ലാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു അത്രേ. അവരും അല്ലാഹുവിനെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന പട്ടികയിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവരുടെ നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവന്നവർ. എന്താണ് അവരുടെ നന്മ? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ. മുഹാജിറുകളാരാൻ, അൻസാരികളാരാൻ? ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഹിജ്റ പോയ വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. ഉറക്കെ പറയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സാരക്കാരനല്ല, വലിയ വ്യക്തിയാണ്, വലിയ വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം 3 വസ്തുക്കളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ആരൊക്കെയാ ശ്രദ്ധിക്കുന്നവരെന്ന് കൈയുയർത്തിക്ക് നോക്കട്ടെ. ബിസ്മില്ലാ. ശ്രദ്ധിക്കുന്നവരെന്ന് കൈയുയർത്തിക്ക്. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ? ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്ന ഒരു കൂട്ടരെ ആര് കണ്ടു? അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. അവരാരാണ്? മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്താണ്. ആ മുഹാജിറുകളുടെ ക്യാപ്റ്റനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ആ ക്യാപ്റ്റനോടൊപ്പം പോയ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താ? ആ പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് 3 കാര്യം വലിയ പ്രിയമുള്ളതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. നബിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളും ഇഷ്ടപ്പെടണം. അതാണ് റബീഉൽ അവ്വൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബീഉൽ അവ്വലിലൂടെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട, അവിടുത്തെ സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മളും ഇഷ്ടപ്പെടുക. നിബിധങ്ങൾ എന്തൊക്കെയാണ് 3 കാര്യം ഇഷ്ടപ്പെട്ടത്? പഠിച്ചു വെക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സുഗന്ധമാണ്, സുഗന്ധമാണ്. ഹബീബായ നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ളതാണ് സുഗന്ധം. അത്ര വലിയ പ്രിയമാണ്. ഹബീബായ നബിതങ്ങൾ പറയുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട കാര്യം 3 എണ്ണമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറയുന്നത് അത്തീബ്.